അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഈ സാരി ഉടുത്തതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു കോട്ടൺ സാരിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ സാരിയുടെ സ്റ്റാർട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കരയാണ് കാണുന്നത്. ഈ കര നമ്മൾ മറയ്ക്കുന്ന രീതിയിൽ മാത്രം കര മാത്രം മറച്ച് നമ്മൾ ഈ സാരി പാവടയുടെ അവിടെ ഇവിടം വരെ വന്ന രീതിയിൽ നമ്മൾ കരയോടുകൂടി മാത്രം ടക്ക് ചെയ്യുക അകത്തേക്ക്. ഓക്കെ, ഇത് നടുക്ക് വെച്ച് ടക്ക് ചെയ്താൽ നമ്മുടെ അടിയിൽ ചിലപ്പോൾ ഞൊറിവിന്റെ അടിയിൽ കൂടെ നമ്മുടെ സാരിയുടെ എഡ്ജ് കണ്ടെന്നിരിക്കും, അതൊരു അഭംഗിയായിരിക്കും. അപ്പൊ അത് ഫസ്റ്റ് തിങ് ആണ്. ഇത് സൈഡിലേക്ക് കൊടുത്ത് മാത്രം മുണ്ടാണേലും സെറ്റാണേലും ഒക്കെ ആ ഒരു സൈഡിലേക്ക് കൊടുത്ത് മാത്രം അത് മറഞ്ഞു പോകുന്ന രീതിയിൽ മാത്രം, പുറകോട്ട് പലതും മറഞ്ഞു പോയിക്കോളും, അധികം സൈഡിലേക്ക് വരില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇത് അകത്തേക്ക് വെച്ച് ചുറ്റിനും തന്നെ നമ്മൾ പുറകിലും ഒക്കെ നമ്മളിങ്ങനെ ടക്കിങ് ചെയ്ത് സെക്യൂർ ആക്കുക. അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഒരു കാര്യം കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കും ഇവിടെ വെച്ചിട്ട് ടക്കിങ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ നടുഭാഗം പിന്നെ ബാക്കി വരുന്ന നടുഭാഗം നമുക്ക് സാരിയുടെ ആവശ്യമുള്ള നമ്മുടെ പ്ലേറ്റ്സ് എടുക്കാൻ ആവശ്യമുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ മുന്നോട്ട് തന്നെ ആക്കുക, ക്ലിയർ ആക്കി നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെയാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങുന്നത്. അത് ഇവിടെ വെച്ച് കറക്റ്റ് നടുവോ അല്ലെങ്കിൽ നടുവിനോട് ചേർന്നോ നമ്മൾ ഇവിടെ വെച്ച് പിന്നു വെച്ച് അങ്ങ് സെക്യൂർ ചെയ്യുക. അകത്തുനിന്ന് കുത്താന്നിരിക്കും, അകത്തുനിന്ന് കുത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പുറത്തുനിന്ന് കുത്തുന്നത് തന്നെയായിരിക്കും സാരി പാവടയോട് ചേർത്ത്. ദെൻ നമ്മളത് സെക്യൂർ ചെയ്തു. അതങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പും നമ്മൾ ചെയ്തിരിക്കുകയാണ്. ദെൻ പിന്നെ വരുന്ന എല്ലാവരും സംശയം എന്ന് പറഞ്ഞാൽ ഈ ബാക്കി വരുന്നത് നമ്മൾ അകത്തുനിന്ന് ചെയ്യണോ, സാരിക്ക് ഡാമേജ് ആവോ, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സാരിയാണ്. ഇതൊരു കോട്ടൺ സാരി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ്സ് എടുക്കാൻ തുടങ്ങുന്നത് ഏകദേശം കുറച്ച് വിട്ടിട്ട് ഇവിടുന്ന് ഇത്രയും വിട്ടിട്ടായിരിക്കുമല്ലോ, കാരണം ഇവിടെ ഒരു വലിവുണ്ട് അല്ലേ, അപ്പൊ നമുക്ക് എടുത്താൽ കുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു രണ്ട് ചെറിയ ഇങ്ങനെ നമ്മൾ എടുത്ത് വിടുക. എന്നിട്ട് അവിടെ ചെറിയ പ്ലേറ്റ്സുകളാക്കുക, പിന്നോട് ചേർന്ന് നമ്മൾ കുറച്ചൊന്ന് പ്ലേറ്റ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്ലേറ്റ്സ് ഇത് കണ്ടോ പിന്നെ ഇവിടെ കുത്തിയിട്ടുണ്ട്, അതിന് കുറച്ച് താഴേക്കുള്ള ഭാഗം ഈ രണ്ട് ഇത് വരുന്ന സ്ഥിതിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ പിന്നഴിച്ച പിന്നോടുകൂടി ആ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഉണ്ടല്ലോ നമ്മളിത് അവിടെ തന്നെ കുത്തി സെക്യൂർ ആക്കി. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ്സ് എടുക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് നിങ്ങളുടെ വീതി അനുസരിച്ച് ചെറുതോ വലുതോ അനുസരിച്ചുള്ള, ഞാൻ ചൂണ്ടുവിരലും ഈ നടുവിരലും ഇവിടെ രണ്ട് വിരലും ചേർത്താണ് ഞാൻ എടുക്കുന്നത്, എൻ്റെ ഒരു സ്ഥിരമായ രീതി. ദെൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, ചെറുതോ വലുതോ ആയ പ്ലേറ്റ്സ് എടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള പ്ലേറ്റ്സ് നമ്മൾ എണ്ണി 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 എടുക്കുന്നു. ഓക്കെ, എണ്ണി എണ്ണി എടുക്കുന്നു. ദെൻ അതവിടെ തീർന്നു. ഇവിടെ കുറച്ച് ബാക്കിയുള്ളത് ഇങ്ങോട്ട് പൊക്കോട്ടെ. ഓക്കെ, ദെൻ ഈ ലാസ്റ്റ് പ്ലേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിർത്തി ഈ കരയോടുകൂടി തന്നെ, ഇത് കുറച്ച് വീതി കുറഞ്ഞ സാരിയാണ്, അതുകൊണ്ടാണ് കുറച്ച് വീതിയുള്ള സാരിയാണ് കുറച്ചുകൂടി സെക്യൂർ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, നമ്മൾ ഇതിന്റെ ജസ്റ്റ് മുകളിൽ വെച്ച് ഇവിടെ കാണാവുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് അകത്തേക്ക് ടക്കിങ് ചെയ്യുക, നല്ല ഭംഗിയായിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ വലിച്ചൊന്നും കുത്തരുത്. അപ്പം ഈ പ്ലേറ്റ് പുറകോട്ട് വലിഞ്ഞു, പിന്നെ നമ്മൾ പിടിച്ച് വലിയും പിന്നുകുത്തലും സാരിക്ക് ഡാമേജ് വരലും കീറലൊക്കെ ആയിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നും അനക്കാത്ത രീതിയിൽ അകത്തേക്ക് കൊടുത്ത് പുറകോട്ട് പോയി അകത്തേക്ക് സെക്യൂർ ആക്കി അതിന്റെ അകത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടവും ക്ലീൻ ആയി, ഇവിടെ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് അതോടുകൂടി കുത്തിയിട്ടുണ്ട്, നമ്മൾ പ്ലേറ്റ്സ് എടുത്തു, അവിടവും സെക്യൂർ ആക്കി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലീൻ ആയി. പക്ഷെ എല്ലാരും പരാതി എന്നാ വെച്ചാൽ ഈവൻ എനിക്കടക്കം ഇത് എപ്പോഴും ഈ ലാസ്റ്റ് പ്ലേറ്റ് എപ്പോഴും പുറകോട്ട് പോവായിരുന്നു, എന്നിട്ട് ഈ വലിയാണിട്ട് നടക്കുമ്പോഴും വലിയ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് പ്ലേറ്റ് എടുക്കുമ്പോൾ ഈ നോർമൽ എടുത്തതിനേക്കാളും ഒരു ഇന്ന വിരലൊന്ന് നീട്ടി പിടിച്ച് കുറച്ച് വലിയ പ്ലേറ്റ് ആക്കി എടുക്കുക. ഓക്കെ, ഇത് ചെറുതാണ്, ഇത് മാത്രം വലുതാണ്. എന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ ആ ഒരു കരയോടുകൂടി തന്നെ കുത്തുന്നു. അപ്പൊ എന്തു പറ്റും, കുത്താൻ നേരത്ത് ഇതിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്ന് കിടക്കും. എന്നിട്ട് നമ്മളിത് വലിച്ചു കുത്താൻ നേരത്ത് ബാക്കി വരുന്ന
യൂഷ്വൽ തിങ് ഉണ്ടല്ലോ, ക്ലോത്ത് ഉണ്ടല്ലോ, അത് കുത്തുമ്പോഴും ഇത് ഇത്തിരി വലിഞ്ഞാലും ഇത് ഇതിന്റെ ഒപ്പം തന്നെ വന്ന് കിടക്കും, അത് പുറകോട്ട് പോകത്തില്ല. ഓക്കെ, ദെൻ അത് നമ്മൾ സെക്യൂർ ആക്കുന്നു. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. ദെൻ വരുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കുത്തിക്കഴിഞ്ഞ് ചിലപ്പോൾ കയറി വരും സാരി. കയറി വരാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ ഹീലിട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെരുപ്പിട്ടോ, അല്ലെങ്കിൽ തറയോട് മുട്ടി തന്നെ സാരി കുത്തുക. അധികം കയറ്റി കുത്താതിരിക്കുക. ഓക്കെ, എല്ലാം നമ്മൾ അനുസരിച്ച് തറയോട് മുട്ടി തന്നെ സാരി നമ്മൾ എടുത്ത് കുത്തുക. നമുക്ക് ആ ഇറക്കത്തിന്റെ കണക്ക് അങ്ങനെ നമ്മുടെ പൊക്കത്തിനെ പോലും അത് എൻഹാൻസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെരുപ്പിട്ട് ചെയ്യായിരിക്കും ഒന്നുകൂടെ നല്ലത്. നമ്മൾ ഏതാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചെരുപ്പ്, വീട്ടിലെ ചെരുപ്പല്ല. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് നീളം ഒന്ന് കണക്കാക്കി നിലത്ത് മുട്ടി കിടക്കുന്ന രീതിയിൽ മാത്രം പ്ലീറ്റ്സ് എടുത്ത് കുത്തുക. അല്ലെങ്കിൽ പിന്നീട് ചെരുപ്പിടുമ്പോൾ നമ്മുടെ ഹൈറ്റിനെ ബാധിക്കും, നമ്മുടെ ആകാരം നമ്മൾ ലാസ്റ്റ് ഒരു ലുക്കിനെ അത് ബാധിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി മാറും. ഓക്കെ, അതും ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കുത്തിയെങ്കിലും ചില സാരികൾ അത് ഇരുന്നിരിക്കത്തില്ല, ചിലപ്പോൾ ഇവിടെ ബൾക്കായിട്ട് മാറും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ ഈ ചെയ്ത് കുത്തി വച്ചിരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം നമ്മളങ്ങ് ഊരിയിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് എടുത്ത് പിടിച്ചിട്ടില്ലേ, ഈ ബാക്കി ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇരിക്കുന്നില്ല, പൊങ്ങിയിരിക്കുക. ഇതിപ്പോ ഞാൻ പ്ലീറ്റ്സ് എടുത്ത് ഇതിന്റെ കൂടെ കുത്തി ഒതുക്കിയതുപോലെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇത് അകത്തേക്ക് കൊടുക്കുക. ഈ ബാക്കി വന്നത് ഇവിടെ പിന്നെ കുത്തിയിട്ടുണ്ട് ഓൾറെഡി. ദെൻ ആ ബാക്കി വന്നത് ആദ്യം പ്ലേറ്റ്സ് എടുത്ത് അതിൻ്റെ കൂടെ കുത്താതെ തന്നെ ഈ ബാക്കി വന്നത് ഇവിടെ ബാക്കി വന്ന ആ സ്ഥലത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ പിടിച്ച് വലിച്ചിങ്ങെടുത്തു. എന്നിട്ട് അതേപടി കുത്താതെ ഇവിടെ ഒരു ഞൊറിയു വരാവുന്ന രീതിയിൽ നമ്മളിന്ന് പിരിച്ച് 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 ഇവിടെ ഒന്ന് മുറുക്കി. ഓക്കെ, ഇവിടെ ഒന്ന് മുറുക്കിയ ശേഷം അകത്തേക്ക് കൊടുക്കുക. വേണമെങ്കിൽ പിന്നു കുത്താം, അവിടെ നിങ്ങൾക്ക് സെക്യൂർ ആണെങ്കിൽ സെക്യൂർ ആവുന്നതേ ചെയ്യാം. അപ്പം പിന്നെയും ഞാൻ ആദ്യം ഞൊറിവെടുത്ത് ഈ പിന്നോട് കൂടി കുത്തിയതുപോലെ തന്നെ നമുക്ക് ഇവിടെ പിന്നെയും പ്ലേറ്റ്സ് വന്നു, ഇവിടെ നല്ലൊരു മുറുക്കവും കിട്ടി. ഓക്കെ, ദെൻ ബാക്കി വരുന്ന തുണി യൂഷ്വലി നമ്മൾ പയ്യെ അതിന്റെ മുകളിൽ കൂടെ മറച്ച് 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 വളരെ സേർട്ടിലായിട്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സാരിക്ക് കൂടുതൽ ഡാമേജും പറ്റില്ല. ദെൻ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഏതെങ്കിലും ടൈപ്പ് സാരികൾ ഡ്രേപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് താഴെ കമന്റ് ബോക്സിൽ. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.